ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പുതിയൊരു അപ്ഡേറ്റ് ആയിട്ട്. നമ്മളെല്ലാവരും ഏറെ നാളെ കാത്തിരിക്കുന്ന ഒരു വലിയൊരു അപ്ഡേറ്റ്. നമ്മുടെ ബിലാൽ ഈ വർഷം ഉറപ്പ്. ഇന്ന് ന്യൂസ് പേപ്പർ നമ്മുടെ ആരെല്ലാം വായിച്ചെന്ന് അറിയത്തില്ല, വായിച്ചവർക്ക് മനസ്സിലാവും. കേരള കൗമുദി എന്ന ന്യൂസ് പേപ്പറിന്റെ സിനിമ പേജ് നിങ്ങൾ ഒന്ന് വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഗൂസ് ബൂംസ് ആയിട്ടുള്ള ഈ ന്യൂസ് നിങ്ങൾ എന്തായാലും കണ്ടിരിക്കണം സാധ്യതയുണ്ട്. ആ ന്യൂസിൽ പറയുന്നത് ബിലാൽ ഈ വർഷം ഉറപ്പ്, തിരക്കഥ പൂർത്തി, അമൽനീരിന്റെ ചിത്രവും കൊടുത്ത് മമ്മൂട്ടിയുടെ വേറൊരു ചിത്രം കൂടി കൊടുത്തിട്ടാണ് ഈ ന്യൂസ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ പറയുന്നത് ഈ സിനിമ ട്രാൻസിന് ശേഷമാണ് തുടങ്ങേണ്ടതിരുന്നത്. പക്ഷേ എന്തോ നിർഭാഗ്യവശാൽ സിനിമയ്ക്ക് എന്താ പറയുക തുടങ്ങാൻ പറ്റിയില്ല എന്നാണ് അമൽനീരത് പറയുന്നത്. പക്ഷെ എന്നിരുന്നാലും ഈ സിനിമ ബിലാലിന്റെ ഈ സിനിമയ്ക്കായിട്ട് ഏറ്റവും മികച്ച കഥ എന്താ പറയുക തിരക്കഥ വേണ്ടതിന്റെ ആവശ്യകത ഈ സിനിമയ്ക്ക് ഏറെയുണ്ട്. കാരണം ഒന്നാം ഭാഗത്തേക്കാൾ രണ്ടാം ഭാഗം ഏറ്റവും കൂടുതൽ മികച്ചതായി ഇരിക്കേണ്ടത് അമൽനീരതിനും കൂടി ആവശ്യമാണ്. കാരണം ഒരുപാട് എക്സ്പെക്ടേഷൻ ഉണ്ട്. കാരണം നമ്മൾ ഈ ഒന്നാം ഭാഗം വരുന്ന സമയത്ത് നമ്മൾക്ക് ഈ സിനിമയിൽ ഒട്ടുമിക്കവിടെയും പരാജയം എന്നൊക്കെ പറഞ്ഞു പോയായിരുന്നു. പക്ഷെ ഏറ്റവും വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു മൂവി ആയിരുന്നു ബിഗ് ബി. അന്നത്തെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും വളരെ ട്രെൻഡ്, കാരണം മലയാള സിനിമയെ ഒന്നടങ്കം മാറ്റിച്ച ഇതുവരെയുള്ള ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മലയാള സിനിമയ്ക്ക് മാറ്റം കൊടുത്ത ഒരു സിനിമയാണ് നമ്മുടെ ബിഗ് ബി എന്ന് പറയുന്ന സിനിമ. ബിഗ് ബിക്ക് ശേഷവും ബിഗ് ബിക്ക് മുന്നും എന്ന് നമ്മളെ കൊണ്ട് പറയിപ്പിച്ച ഒരു ഡയറക്ടറും കൂടിയാണ് അമൽനീരത്. അദ്ദേഹത്തിന്റെ ആ ഒരു സിനിമാറ്റിക് നോളജും അതിന്റെ ഒരു ക്രാഫ്റ്റും അത് എടുത്തു വെക്കുന്ന രീതിയും അതിന് കൊടുക്കുന്ന മ്യൂസിക്കിന് അതിന് കൊടുക്കുന്ന ഒരു ബ്ലെൻഡിങ് എല്ലാം കൂടി ആ ബിലാലിലേക്ക് വരണം. അതിന്റെ ഒരു ആവശ്യകത ഇതിലേറെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ തിരക്കഥ പറയുന്നത് ഏറ്റവും നല്ലൊരു എന്താ പറയാ പ്രാധാന്യം അർഹിക്കുന്നുണ്ടെന്നാണ് നമ്മുടെ അമൽനീരത് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ചൊരു കഥയും അതിന്റെ തിരക്കഥയും പൂർത്തിയായി എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഇതിന്റെ ഈ വർഷം തന്നെ തുടങ്ങാം എന്ന് പറയുന്നതിന്റെ വേറൊരു കുറച്ച് ഒരു അപ്ഡേറ്റ് കൂടി പറയുന്നത്, മഹേഷ് നാരായണന്റെ സിനിമ കഴിയണം. അദ്ദേഹത്തിന്റെ സിനിമ കഴിഞ്ഞ ശേഷം പിന്നെ നിതീഷ് സഹദേവൻ പറഞ്ഞ അദ്ദേഹത്തിന്റെ സിനിമയ്ക്ക് മുമ്പ് ഒരു സിനിമയും കൂടി ഇദ്ദേഹം കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടി കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ 3 സിനിമകൾ, കാരണം മഹേഷ് നാരായണന്റെ സിനിമ, പിന്നെ വേറൊരു സിനിമ പേരും അങ്ങനെയൊന്നുമില്ല, വേറൊരു കമ്മിറ്റ് ആയിട്ടുള്ള സിനിമ, പിന്നെ നിതീഷ് സഹദേവൻ പറഞ്ഞ അദ്ദേഹത്തിന്റെ സിനിമ, അങ്ങനെ ഈ 3 സിനിമയും കൂടി കഴിഞ്ഞതിന് ശേഷം ഈ വർഷം തന്നെ ബിലാലിന്റെ ഷൂട്ടിംഗ് തുടങ്ങാൻ പോകുന്നതാണ് അമൽനീരത് ഈ ന്യൂസിൽ പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഉറപ്പും കൂടിയാണ്. എന്തായാലും നമ്മൾ ഏറെ കാലം കാത്തിരിക്കണം. 18 വർഷത്തെ കാത്തിരിപ്പാണ്. കാരണം കാത്തിരിപ്പ് എന്ന് പറഞ്ഞാൽ വെറും കാത്തിരിപ്പല്ല, ഒരു ഒന്നൊന്നര കാത്തിരിപ്പ്. കാരണം മലയാളികൾ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച സിനിമ നോക്കുകയാണെങ്കിൽ സ്റ്റൈലിഷ്, വൺ ഓഫ് ദ ബെസ്റ്റ്. ഇതിന്റെ ഓരോ ഡയലോഗും നമ്മൾക്ക് കാണാപ്പാടമാണ്. കാരണം പഴയ കൊച്ചിയല്ലേ ബായ്, ബിലാലാണ് എന്ന് പറയുന്ന ഡയലോഗുകൾ നമ്മളെ കൊണ്ട് വീണ്ടും 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 പറയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒറ്റ വാക്കുള്ളൂ, മെഗാസ്റ്റാർ മമ്മൂട്ടി. അതോടൊപ്പം തന്നെ അമൽനീരത്, പിന്നെ ഉണ്ണിയാറിന്റെ കഥയും തിരക്കഥയും അതൊരു ടീം, ഒരു ഒന്നൊന്നര ടീമായിരുന്നു. പിന്നെ ഗോപി സുന്ദറിന്റെ ഒരു ഒന്നൊന്നര മ്യൂസിക്കിലും ഒരു രക്ഷയിലെ സാധനമായിരുന്നു. അപ്പൊ അതിനെയൊക്കെ വെല്ലുന്നൊരു സാധനമാണ് ബിലാലിന്റെ വേണ്ടതെന്ന് അമൽനീരത് ഈ ന്യൂസിൽ ഈ ഒരു അഭിമുഖം കൊടുത്തതിൽ പറയുന്നുണ്ടെന്നാണ് നമ്മുടെ കേരള കൗമുദി പറയുന്നത്. ഈ സിനിമ പേജിൽ കൊടുത്തിരിക്കുന്ന ന്യൂസിന്റെ അടിസ്ഥാനമായി പറയുകയാണെങ്കിൽ അങ്ങനെയൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പൊ എന്തായാലും എന്ത് തന്നെ ആയാലും ബിലാൽ നമ്മുടെ ബിഗ് ബിനെ കടത്തി വെട്ടേണ്ടത് ഈ ഏറെയും പ്രതീക്ഷ നൽകുന്ന ഒരു സിനിമയും കൂടി ആയതുകൊണ്ട് ഈ പ്രേക്ഷകരെക്കാളും ഈ അമൽനീരതിന്റെ ആവശ്യമാണ്. കാരണം അദ്ദേഹം തന്നെ പറയേണ്ട ഈ ബിലാൽ എന്ന് പറഞ്ഞൊരു ട്രെൻഡ് സെറ്റാക്കി മാറ്റണം. അതാണ് അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹം. ഈ ഇതിൽ പറയുന്നത് അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച ഒരു തിരക്കഥയും ആയിട്ടുണ്ട്. അപ്പൊ അതിന് ഇനി വേണ്ടത് ഷൂട്ടിംഗ് തുടങ്ങാനുള്ള സമയമാണ്. ഇപ്പൊ എന്താണ് ബിസി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ കാര്യങ്ങളും മമ്മൂട്ടിയുടെ ടൈമാണ് ഇനി വേണ്ടത്. അപ്പൊ മമ്മൂട്ടി ഇപ്പോൾ ഓൾറെഡി കമ്മിറ്റ് ചെയ്തിട്ടുള്ള 3 സിനിമയുണ്ട്. ഒന്ന് മഹേഷ് നാരായണ സിനിമ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു. രണ്ടാമത് ഇതിനുശേഷം വേറൊരു അൺനോൺ ഒരു പേര് വന്ന വ്യക്തിയൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷെ നിതീഷ് സഹദേവൻ പറഞ്ഞ വ്യക്തിയുടെ സിനിമ കഴിഞ്ഞ ശേഷം സിനിമയ്ക്ക് മുമ്പാണ് ആ ഒരു സിനിമ നടക്കുക. അപ്പൊ അങ്ങനെയെങ്കിൽ 3 സിനിമകളുടെ കമ്മിറ്റ്മെന്റ് ഉണ്ട്. ആ 3 സിനിമയുടെ കമ്മിറ്റ്മെന്റ് കഴിഞ്ഞാൽ ബിലാലിലേക്ക് തുടങ്ങി, പിന്നെ ബിലാലിന് വേണ്ടിയാണ് ചെയ്യാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ അമൽനീരത് പറഞ്ഞേക്കുന്നത് ഇനി ഒരു സിനിമ ചെയ്യാൻ പോകുന്നത് ഇനി ബിലാലിന് വേണ്ടിയാണ്. അപ്പൊ അടുത്ത സിനിമ എന്ന് പറയുന്നത് ബിലാലാണ്. അതിനു മുമ്പ് ഒരു സിനിമ ഇതുവരെ കമ്മിറ്റ് ചെയ്തിട്ടില്ല എന്നാണ് അമൽനീരത് പറയുന്നത്. അതോടൊപ്പം തന്നെ അമൽനീരത് വേറൊരു ഉറപ്പും കൂടി തരുന്നുണ്ട്. ഈ സിനിമയിൽ നമ്മുടെ ബിഗ് ബിയിൽ ഉണ്ടായ ചില കഥാപാത്രങ്ങൾ ബിലാലിലും ഉണ്ടായിരിക്കും. അപ്പൊ ആരൊക്കെ ഉണ്ടാവും എന്നൊക്കെ നോക്കണം. ചിലപ്പോ നമ്മുടെ ആ കുഞ്ഞു പയ്യനായി വന്ന ചെക്കൻ ചിലപ്പോൾ ദുൽഖർ ആയാൽ ഈ സിനിമ പിന്നെ പിടിച്ചാൽ കിട്ടില്ല മക്കളെ,
ഇങ്ങനെ കേറി പൊയ്ക്കോളും. കാരണം 18 വർഷത്തെ കാത്തിരിപ്പാണ്. ഒരു ഒന്നൊന്നര കാത്തിരിപ്പാണ്. കാരണം ബിലാലിനെ വെയിറ്റ് ചെയ്യാത്തൊരു ഒറ്റ മനുഷ്യൻ ഈ മലയാള സിനിമയിൽ ഉണ്ടാവില്ല. അത് മലയാളത്തിലെ സിനിമ പ്രേക്ഷകർ മാത്രമല്ല, ആ സഹനടന്മാരും പോലും ആ ബിലാലിന്റെ ഒരു എന്താ പറയാ, ആ ഒരു പെർഫോമൻസും ആ ഒരു ക്രാഫ്റ്റും അമൽ നീരദ് എന്ന വ്യക്തിയുടെ ആ ഒരു ക്രിയേറ്റിവിറ്റിയും കാണാൻ ഒന്നിറങ്ങി വെയിറ്റ് ചെയ്യാണ്. അപ്പൊ നമ്മൾ എന്താ പറയാ, ഈ സിനിമ ഈ വർഷം തുടങ്ങി കഴിഞ്ഞാൽ അടുത്ത വർഷം പകുതിയിലൂടെ റിലീസ് ആയി കഴിഞ്ഞാൽ പിന്നെ ഈ കാണുന്ന ഒരു എന്താ പറയാ അപ്ഡേറ്റ് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഒരു അപ്ഡേറ്റിനും ഒരു വാല്യൂ ഇല്ല. കാരണം നിങ്ങൾ ഇതുവരെ കണ്ടുള്ള ഏത് സിനിമയുടെ റെക്കോർഡും ഏത് സിനിമയുടെ തുടക്കവും അവസാനം എല്ലാം ബിലാൽ കൊണ്ടുപോയിക്കോളും. കാരണം ബിലാലിന് ആ ഒരു പാങ്ങുണ്ട് മക്കളെ. അതാണ് അമൽ നീരദും മമ്മൂട്ടിയും തമ്മിലുള്ള ഒരു കോമ്പം. ഭീഷ്മപർവ്വതത്തിൽ അവരാണ് ഒന്നിച്ചപ്പോൾ നമ്മൾ കിട്ടിയ വൺ ഓഫ് ദ ബെസ്റ്റ് സ്റ്റൈലിഷ് എവർ ടൈം ബീറ്റ് ആയിരുന്നു. അങ്ങനെ മൂവി തന്നിട്ടുണ്ടെങ്കിൽ അതിനുശേഷം അദ്ദേഹം ബോഗൻവിൽ വന്നത് ബെസ്റ്റ് ആയിരുന്നു. അപ്പൊ അമൽ നീരദ് എന്ന ഡയറക്ടർ, ആ ഒരു ക്രാഫ്റ്റ്മാന്റെ സ്കില്ല് നമ്മൾക്ക് അളക്കേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി അദ്ദേഹം പ്രൂവ്ഡ് ആണ്. അദ്ദേഹത്തിന്റെ ഒരു സിനിമ കൊണ്ടാണ് മലയാള സിനിമയിൽ ഇതുവരെയുള്ള ട്രെൻഡ് സെറ്റിന് മാറിയത്. അങ്ങനെയാണ് നമ്മൾ പറയുന്നത് മലയാള സിനിമ ബിഫോർ അമൽ നീരദിന് ബിഗ് ബിക്കും ആഫ്റ്റർ ആ ബിഗ് ബി, അങ്ങനെ ഒരു ചേഞ്ചിലേക്ക് കൊണ്ടുവന്ന വ്യക്തിയാണ് ഇനി ബിലാൽ കൊണ്ടുവരുന്നത്. അപ്പൊ ബിലാലിന്റെ എത്രമാത്രം എന്താ പറയാ ആ ഒരു കഥ അല്ലെങ്കിൽ ആ ഒരു തിരക്കഥയ്ക്ക് പ്രാധാന്യം അദ്ദേഹം നൽകുന്നുണ്ടെന്ന് നമുക്ക് ഈ ന്യൂസ് വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. എന്നിരുന്നാലും മക്കളെ, ഈ പൂരം നമുക്കെന്താ പറയാ, പൂരം കൊടിയേറാൻ പോവുകയാണ്. 3 സിനിമയുടെ കമ്മിറ്റ്മെന്റുകൾ കഴിഞ്ഞാൽ നേരെ ബിലാൽ. കാരണം അമൽ നീരദ് വേറൊരു സിനിമ ഇതുവരെ കമ്മിറ്റ് ചെയ്തിട്ടില്ല. അമൽ നീരദ് പറയുന്നുണ്ട് ഇനി അടുത്ത് ബിലാലാണ് ചെയ്യാൻ പോകുന്നത്. അതിന്റെ ഇടയിൽ കൂടെ തന്നെ നമ്മുടെ മനോജ് കെജാൻ കൂടി ഇടയ്ക്ക് പറയേണ്ട ഒരു ന്യൂസിൽ, ഒരു ഇന്റർവ്യൂല് ബിലാൽ ശരിക്കും തുടങ്ങാനുണ്ടായിരുന്നു. ആ സമയം അവിടെ കോവിഡിന്റെ ഒരു പ്രശ്നം കൊണ്ടാണ് അന്ന് ബിലാൽ തുടങ്ങാതെ പറ്റാതായത്. എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായിരുന്നു. പക്ഷെ എന്തോ കാരണമില്ല, കോവിഡ് എന്ന മഹാമാരി വന്നതിന് ശേഷം അതുകൊണ്ട് മാത്രം ആ സിനിമ ഇല്ലാതായി പോയതാണ്. ഇല്ലാത്ത പക്ഷം കോവിഡിന് മുന്നേ ഈ സിനിമ വന്നതന്നെ, അല്ലെങ്കിൽ ആ സിനിമ ഷൂട്ടിംഗ് കഴിഞ്ഞ് തന്നെ. അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ എന്തായാലും ബിലാൽ നീണ്ടു പോയി. അവസാനം ഈ വർഷം നമ്മുടെ ബിലാൽ വരാൻ പോവുകയാണ്. നമ്മൾ ഈ ബിലാൽ ജോൺ കുരിശിങ്കൽ ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ഒരു അഴിഞ്ഞാട്ടം നമ്മൾ ഈ തിയേറ്റർ സ്ക്രീനിൽ അറ്റ്മോസ്ഫിയറിലൊക്കെ ഒന്ന് കാണാൻ വെയിറ്റിംഗ് ആണ് മക്കളെ. പാട്ടം അങ്ങോട്ട് പൊളിക്കുക. ഇതുവരെ കണ്ടിട്ടുള്ള പൂരമൊന്നും അല്ല ഈ അമൽ നീരദ് കൊണ്ടുവരുന്ന പൂരം. അമൽ നീരദിന്റെ പൂരത്തിന് മുന്നിൽ ഒരു കൊടിയായിട്ടും നടക്കില്ല മക്കളെ. ഒരു സാധനമായിരിക്കും അമലിന് കൊണ്ടുവരിക. കാരണം അത്രമാത്രം ക്രാഫ്റ്റ്മാന്റെ ഒരു ക്വാളിറ്റി ഉള്ള തരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് അമലിന്റെ പക്ഷം ഉണ്ടാവുക. അപ്പൊ എന്തായാലും ബിലാൽ നമ്മൾ എക്കാലത്തെയും വൺ ഓഫ് ദ ബെസ്റ്റ് മൂവിയായി മാറുന്നതിൽ ഒരു സംശയമില്ല. കാരണം ഇത് കോംബോ വേറെയാണ് മക്കളെ. ചുമ്മാ വന്ന് സ്ക്രീനിന്റെ മുന്നിൽ തള്ളിക്കൊണ്ടു പോകുന്ന പരിപാടി നമ്മൾക്ക് രണ്ടുപേർക്കും ഇല്ലാത്തതുകൊണ്ടും അപ്പൊ എന്തായി സിനിമ ആയിട്ട് കയറി കൊളുത്തണം. കാരണം ബിലാൽ ആ ലുക്ക് ഒരു പ്രാവശ്യം കഴിഞ്ഞ കുറെ വർഷം മുമ്പ് ഒരു ബിലാലിന്റെ ഒറ്റ ലുക്ക് കൊണ്ട് സോഷ്യൽ മീഡിയ മൊത്തം അങ്ങോട്ട് സ്തംഭിച്ചൊരു അവസ്ഥ ഉണ്ടായി. അപ്പൊ ഇനി അപ്ഡേറ്റിന് വരുമ്പോ ആ ടൈറ്റിലിൽ കാണിക്കാൻ വേണ്ടി ചെറുതായിട്ട് ഒരു സാമ്പിൾ വെടിക്കെട്ടിട്ടാ ഈ കാണുന്ന ഒരു റെക്കോർഡും മലയാളത്തിൽ ഉണ്ടാവില്ല. അത് 100% ഉറപ്പാണ്. കാരണം വരുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് അല്ലെങ്കിൽ എവർ ടൈം സ്റ്റൈലിഷ് മാൻ ആണ്. നമ്മുടെ മലയാളത്തിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് ബിലാൽ വരാൻ പോകുന്നത്. അപ്പൊ മോനെ സെറ്റാവും. അപ്പൊ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് എന്ത് അപ്ഡേറ്റ് ഉണ്ടെങ്കിലും നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുന്നതായിരിക്കും. ഓക്കെ, ബൈ, സി യു, ബൈ.